എനിക്ക് തന്നെ ഇതുകൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കടയിൽ നിന്നും കാറിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ചാർജർ വാങ്ങി. എനിക്ക് 10 ആമ്പിയറിന്റെ ബാറ്ററി ചാർജറായിരുന്നു വേണ്ടത്. കടക്കാരനോട് ഞാൻ 10 ആമ്പിയർ ബാറ്ററി ചാർജർ ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് 5 ആമ്പിയർ ബാറ്ററി ചാർജറാണ് തന്നത്. എന്നിട്ട് അത് 10 ആമ്പിയറിനെന്ന് പറയുകയും ചെയ്തു. എനിക്കതിനെപ്പറ്റി കൂടുതൽ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിക്കൊണ്ട് മടങ്ങിപ്പോയി. വീട്ടിൽ കൊണ്ടുവന്ന് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് മനസ്സിലായത് അത് വെറും 5 ആമ്പിയറിന്റെ മാത്രമാണെന്ന്. അപ്പോൾ തന്നെ കടക്കാരനോട് വിളിച്ചു ചോദിച്ചു. ഒരു തേർഡ് പാർട്ടി ആപ്പിന്റെയും ആവശ്യമില്ലാതെ തന്നെ മറ്റൊരാളുമായി കോളിൽ സംസാരിക്കുമ്പോൾ അയാൾ അറിയാതെ നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായി കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ 2020 മുമ്പ് ഇറങ്ങിയ മിക്കവാറും ആൻഡ്രോയിഡ് ഫോണുകളിലും ഉണ്ടായിരുന്നു. അന്ന് പല കമ്പനികളും അവരുടെ സ്വന്തം ഡയലറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പല കമ്പനികളും ജനങ്ങളുടെ സ്വകാര്യത മാനിച്ച് അത് ഒഴിവാക്കിയിട്ട് ഗൂഗിൾ ഡയലറിലേക്ക് മാറി. എന്നാൽ ഇപ്പോഴും നമുക്ക് അനൗൺസ്മെന്റ് ഇല്ലാതെ തന്നെ, അതായത് മറ്റേ ആൾക്ക് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള അനൗൺസ്മെന്റ് ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഫോണുകൾ ഏതൊക്കെയാണെന്നും അതെങ്ങനെ എനേബിൾ ചെയ്യാമെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഇത് ചില സമയത്തൊക്കെ നമുക്ക് വളരെ ആവശ്യമായിട്ടും സഹായകരമായിട്ടും ഒക്കെ വന്നേക്കാം. എനിക്ക് തന്നെ ഇതുകൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കടയിൽ നിന്നും കാറിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ചാർജർ വാങ്ങി. എനിക്ക് 10 ആമ്പിയറിന്റെ ബാറ്ററി ചാർജറായിരുന്നു വേണ്ടത്. കടക്കാരനോട് ഞാൻ 10 ആമ്പിയർ ബാറ്ററി ചാർജർ ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് 5 ആമ്പിയർ ബാറ്ററി ചാർജറാണ് തന്നത്. എന്നിട്ട് അത് 10 ആമ്പിയറിനെന്ന് പറയുകയും ചെയ്തു. എനിക്കതിനെപ്പറ്റി കൂടുതൽ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിക്കൊണ്ട് മടങ്ങിപ്പോയി. എന്നാൽ അതിന്റെ ബോക്സിലും 10 ആമ്പിയർ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് മനസ്സിലായത് അത് വെറും 5 ആമ്പിയറിന്റെ മാത്രമാണെന്ന്. അപ്പോൾ തന്നെ കടക്കാരനോട് വിളിച്ചു ചോദിച്ചു ആ ചാർജർ എത്ര ആമ്പിയറിന്റെ ആണെന്ന്. ആ സമയത്ത് അയാൾ 10 ആമ്പിയറിനെന്നൊക്കെ പറഞ്ഞു. എന്നാൽ കുറച്ചു നേരം സംസാരിച്ച് അങ്ങനെ കോൾ കട്ട് ചെയ്തു. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും അയാളെ ഞാൻ ഒന്നുകൂടി വിളിച്ചു. അത് 5 ആമ്പിയർ ഉള്ളൂ എന്നതിന്റെ കുറേ കാരണങ്ങൾ എൻ്റെ ഒരു സുഹൃത്ത്, ഇതിനെപ്പറ്റി നല്ലോണം അറിയുന്ന ഒരു സുഹൃത്ത് അയാളോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ നേരത്തെ പറഞ്ഞതുപോലല്ല പിന്നീട് പറഞ്ഞത്. നേരത്തെ പറഞ്ഞതിനെ അയാൾ നിഷേധിക്കാൻ നോക്കി. നേരത്തെ വിളിച്ചപ്പോൾ അയാൾ 10 ആമ്പിയർ എന്ന് പറഞ്ഞിട്ടില്ല, 5 ആമ്പിയർ എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നാണ് അയാൾ രണ്ടാമത് വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ തന്നെ നേരത്തെ വിളിച്ച കോളിന്റെ റെക്കോർഡ് ഞാൻ അയാൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ അയാൾക്കൊന്നും തന്നെ പറയാൻ പറ്റുന്നില്ല. ഞാൻ റീഫണ്ട് ചോദിച്ചു, അതൊരിക്കലും തരില്ല എന്ന് അയാൾ ശാഠ്യം പിടിച്ചു. റെക്കോർഡൊക്കെ കേൾപ്പിച്ചു കൊടുത്ത് ചൂടായപ്പോഴാണ് അവസാനം അയാൾ റീഫണ്ട് തന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ചില സമയത്തൊക്കെ നമുക്ക് വലിയ ഉപകാരമായിട്ട് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2020 മുമ്പുള്ള ഭൂരിഭാഗം ആൻഡ്രോയിഡ് ഫോണുകളിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമാകുന്ന മിക്കവാറും സാംസങ് ഫോണുകളിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. സാംസങ്ങിന്റെ എ സീരീസ് ആയാലും എം സീരീസ് ആയാലും എഫ് ആയാലും എസ് ആയാലും ഇസഡ് സീരീസുകളിലൊക്കെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ യൂറോപ്പ് അടക്കം പല വിദേശ രാജ്യങ്ങളിലും പ്രൈവസി സെക്യൂരിറ്റി കർശനമായതുകൊണ്ട് അവിടെ നിന്ന് ലഭിക്കുന്ന മിക്ക സാംസങ് ഫോണുകളിലും തന്നെ ഈ ഒരു ഓപ്ഷൻ കാണണമെന്നില്ല. അതുപോലെ പുതിയ വിവോ ഐക്യു ഫോണുകളിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ വിവോയിലും ഐക്യുവിലും ഒക്കെ ഗൂഗിൾ ഡയലർ തന്നെയാണ് ഉള്ളത്. എങ്കിലും സ്വന്തം ഡയലറിലേക്ക് മാറാനുള്ള ആൾട്ടർനേറ്റ് കോൺടാക്ട്സ് ആൻഡ് ഫോൺ എന്ന ഓപ്ഷൻ അതിൽ നൽകിയിട്ടുണ്ട്. അതുവഴി യാതൊരു അനൗൺസ്മെന്റ് ഇല്ലാതെ തന്നെ കോൾ ഓട്ടോമാറ്റിക് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പോ, വൺ പ്ലസ്, റിയൽമിയുടെ മിക്ക ഫോണുകളിലും ഇതിന്റെ കമ്പനി തന്നെ പുറത്തിറക്കിയ ഓ ഡയലർ എന്ന ഒഫീഷ്യൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ മറ്റാൾക്ക് കോൾ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള അറിയിപ്പ് ലഭിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ റെക്കോർഡ് സാധ്യമാകുന്നതാണ്. ഓ ഡയലർ എന്ന ആപ്ലിക്കേഷൻ ഇത് തേർഡ് പാർട്ടി ആപ്പൊന്നുമല്ല, ഈ ഒരു കമ്പനിയുടെ തന്നെ ആപ്പ് തന്നെയാണ്. അതുപോലെ പുതിയ ചില റിയൽമി, വൺ പ്ലസിന്റെ അപ്ഡേറ്റുകളിലും സ്വന്തം ഡയലർ തന്നെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ ആ ഫോണുകളിലും ഈ ഒരു കാര്യം എളുപ്പത്തിൽ സാധ്യമാണ്. ഈ ഫോൺ അല്ലാത്ത മറ്റു ഫോണുകളിലൊന്നും തന്നെ അറിയിപ്പ്, അനൗൺസ്മെന്റ് ലഭിക്കാതെ നമുക്ക് ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഡയറക്റ്റ് ഓപ്ഷൻ ഇല്ല. ഇനി ഐഫോണിന്റെ കാര്യം നോക്കിയാൽ 2020 മുമ്പുള്ള ഐഫോണുകളിലായാലും അതിന് ശേഷം ഇറങ്ങിയ ഐഫോണുകളിലും ഒന്നും തന്നെ ഈ ഒരു ഓപ്ഷൻ ലഭ്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ഏതൊക്കെ ഫോണുകളിലാണ് ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതും മറ്റേ ആൾക്ക് അനൗൺസ്മെന്റ് ലഭിക്കാതെ തന്നെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഫോണുകൾ ഏതൊക്കെയാണെന്ന്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്. അതിലെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സാംസങ്ങിൻ്റെ എല്ലാ ഫോണിലും ഏറെക്കുറെ ഒരേ രീതിയിൽ തന്നെയാണ് ഇത് ഓൺ ചെയ്യുന്നത്. ചെറിയ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഇനി വിവോ, വൺ പ്ലസ്, ഐക്യു, റിയൽമി തുടങ്ങിയ ഫോണുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിലെങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കുന്നതെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫോണിലെ ഫോണെന്ന് നമ്മൾ കോൾ വിളിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ വന്നിരിക്കുന്ന പേജിൽ റെക്കോർഡ് കോൾസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓട്ടോ റെക്കോർഡ് കോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ഓഫായിട്ടാണ് ഉള്ളതെങ്കിൽ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രൂപത്തിലാണ് സാംസങ് ഫോണുകളിലൊക്കെ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് ഉള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതിലെങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.